ഹായ് ഓൾ, നമ്മൾ ഇന്ന് ക്ലാസ് 9 ചാപ്റ്റർ 5 ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് റൗണ്ട് അതിലെ എക്സസൈസ് സെറ്റ് 5.3 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ അതിൻ്റെ അകത്ത് തിയറം 4ഉം തിയറം 3യും പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ തിയറം 4ൻ്റെ ബേസിക്സിലാണ് നമുക്കിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞു പോയേക്കുന്നത്. Can you explain why the converse to theorem 4 is true? That is, why does the perpendicular from the center of a circle to a chord of the circle bisects the chord? ആദ്യം നമുക്ക് തിയറം 4 എന്നാ നോക്കാം. തിയറം 4 പറയുന്നത് the line joining the center of a circle and the midpoint of a chord of the circle is perpendicular to chord. അപ്പോൾ the line joining center of a circle, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിനെയും ഒരു കോഡിൻ്റെ മിഡ് പോയിന്റിനെയും ചേർക്കുന്ന ലൈൻ ആ കോഡിന് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 90 ഡിഗ്രി വരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി എം എന്ന് പറയുന്ന ലൈൻ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞു പോണത്. ഇന്നൊരു കണ്ടീഷൻ ഉണ്ട്, ഇത് സെന്ററിൽ നിന്നുള്ളതായിരിക്കണം, അതുപോലെ തന്നെ ഇത് കോഡിന്റെ മിഡ് പോയിന്റിലേക്കും ജോയിൻ ചെയ്യുന്ന ലൈൻ ആയിരിക്കണം. ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ കോഡ്, കോഡിന്റെ മിഡ് പോയിന്റും സർക്കിളിന്റെ സെന്ററും കൂടി ജോയിൻ ചെയ്യുന്ന ലൈൻ കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിന്റെ കോൺവേഴ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ 1ൽ പറയുന്നത്. ഇതിന്റെ കോൺവേഴ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ കോഡ്, കോഡിന്റെ അതുപോലെ തന്നെ സെന്റർ ഓഫ് ദ കോഡും ഇത് തമ്മിൽ വരുന്ന പെർപെൻഡിക്കുലർ ഈ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. തിയറം 4ന്റെ കോൺവേഴ്സ് ശരിയാണെന്ന് വിശദീകരിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഡിന് സെന്റർ ഓഫ് എ സർക്കിളിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇപ്പൊ കോഡിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആയിട്ട് അതിനെ ബൈസെക്ട് ചെയ്യും. എവിടെ നിന്നുള്ളത്? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ഈ കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് അവർ ഓൾറെഡി ഹിന്റ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ തൊട്ട് മുകളിലത്തെ ഫിഗർ ആണ് 5.12 എന്ന് പറയുന്നത്. ഈ 5.12ല് സി എം എ ആംഗിൾ സി എം എ ഈക്വൽ ടു ആംഗിൾ സി എം ബി ഈക്വൽ ടു 90 ഡിഗ്രി അത് തന്നിട്ടുണ്ട്. നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. കോഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സി എ ബി എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കോഡ്, എം എന്ന് പറയുന്നതാണ് മിഡ് പോയിന്റ്, ഇതാണ് സർക്കിളിന്റെ സെന്റർ. ആംഗിൾ സി എം എയും ആംഗിൾ സി എം ബിയും 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് തെളിയിക്കാനുള്ളത് എ എം ഈക്വൽ ടു ബി എം എന്നാണ്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യമേ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. അതിൽ എ ബി എന്ന് പറയുന്നത് കോഡ്, ഇത് സെന്റർ സി, ഇത് മിഡ് പോയിന്റ് അല്ല എം എന്ന് പറയുന്ന ലൈനിലേക്ക് സിയും എമ്മും, ഇത് സി എന്ന് പറയുന്നത് റേഡിയസ്, അതുപോലെ തന്നെ സി ബി എന്ന് പറയുന്നതും റേഡിയസ്. സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. Given C is the center and AB is the chord of the circle. പിന്നെ സി എം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ആംഗിൾ സി എം ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എം എ ഈക്വൽ ടു 90 ഡിഗ്രി.
ഇത് രണ്ടും 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം സി എയും സി ബിയും റേഡിയസ് ആണെന്ന് അറിയാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം ഏതാ? ടു പ്രൂവ് എ എം ഈക്വൽ ടു ബി എം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഗിവൺ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമുക്കിവിടെ പ്രൂഫായിട്ട് എഴുതേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ എം സിയും ആൻഡ് ബി എം സി. ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എ സി ഈസ് ഈക്വൽ ടു ബി സി. എന്തുകൊണ്ടാ? റേഡിയൈ ഓഫ് ദ സർക്കിൾ. റേഡിയ ഓഫ് ദ സർക്കിൾ എങ്ങനെയാണ്? ഈക്വൽ ആണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റും സി എം ഈസ് ഈക്വൽ ടു സി എം. സി എം ഈക്വൽ ടു സി എം വരാൻ കാരണം രണ്ട് ട്രയാങ്കിളിനും കൂടിയുള്ള കോമൺ സൈഡാണ് സി എം. പിന്നെ സി എം ബി എന്ന് പറയണത് ആംഗിൾ സി എം ബി ഈക്വൽ ടു ആംഗിൾ സി എം എ. ഡിഗ്രിയാണ് രണ്ടും വരുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു RHS കോൺഗ്രുവൻസ് റൂൾ അല്ലേ കിട്ടിയേക്കണേ? നോക്കിക്കേ, 90 ഡിഗ്രി ഹൈപ്പോട്ടന്യൂസ്, പിന്നെ ഒരു സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയണതാണ് ബി സിയും എ സിയും അല്ലെങ്കിൽ റേഡിയസ്. ഒരു സൈഡ് എന്ന് പറയണതാണ് സി എം. 90 ഡിഗ്രിയും വന്നു. അപ്പൊ നമുക്ക് പറയാം ട്രയാങ്കിൾ എ എം സി ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി എം സി by RHS കോൺഗ്രുവൻസ് റൂൾ. ഇനി രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ ഓൾറെഡി രണ്ട് സൈഡ് ഈക്വൽ ആയി. അപ്പൊ മൂന്നാമത്തെ സൈഡായ എ എമ്മും ബി എമ്മും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും എ എം ഈസ് ഈക്വൽ ടു ബി എം ബൈ സി പി സി ടി. അപ്പോ അതിന്റെ അർത്ഥം എന്താ? therefore the perpendicular line from the center, സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന perpendicular line of a circle bisects the chord. അതെന്ത് ചെയ്യും? കോഡിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ചും ട്രൂ ആണ്. തിരിച്ചുള്ളതാണ് ഒറിജിനൽ ആയിട്ട് നമുക്ക് വരുന്നത്. സെന്ററിൽ നിന്ന് മിഡ് പോയിന്റ് ഓഫ് ദ കോഡിലേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? അത് പെർപെൻഡിക്കുലർ ടു ദ കോഡ് ആയിരിക്കും. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ടു ദ കോഡാണ് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈനിക്ക് ആ കോഡിനെ അത് ബൈസെക്ട് ചെയ്യും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ വിത്ത് എ ബി ഈസ് ഈക്വൽ ടു എ സി. Show that the altitude from A to BC passes through the center of the circle. ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ എ ബി സി ഒരു സർക്കിളിന്റെ അകത്താണ് വന്നിരിക്കുന്നത്. അതിൽ എ ബി എ സിനോട് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഒരു സർക്കിൾ എടുത്തു. ഈ സർക്കിളിന്റെ അകത്താണ് നമുക്ക് എന്ത് വന്നത്? ഐസോസ്ലസ് ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പേര് എ ബി സി. ഇതിന്റെ അകത്ത് എ ബി എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആണ്? എ സിനോട് ഈക്വൽ ആണ്. ഷോ ദാറ്റ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം എ ടു ബി സി, എയിൽ നിന്ന് ബി സിയിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് ഏതിൽ കൂടെ പോകുന്നുണ്ട്? പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇപ്പൊ സെന്റർ ഓഫ് ദ സർക്കിൾ ഓ ആണെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺഗ്രുവൻസ് റൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മിക്കപ്പോഴും നമ്മൾ കോൺഗ്രുവൻസ് റൂൾ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു സർക്കിൾ വരയ്ക്കുക. ഇനി ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ വരയ്ക്കുക. എ ബി സി, ഇത് സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ കൂടെ പോകുന്ന ലൈനാണ് എ ഡി.
ഷോ ദാറ്റ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം എ ടു ബി സി, എ ടു ബി സിയിലൂടെ പോകുന്ന ഓൾട്ടിറ്റ്യൂഡ് അത് സെന്ററിൽ കൂടെയാണ് പോണേന്നാണ് തെളിയിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതൊക്കെ ട്രയാങ്കിള്? ട്രയാങ്കിൾ എ ബി ഡിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ എ സി ഡിയും. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാൻ നേരത്തെ നമുക്ക് ഒരു കോമൺ സൈഡ് കിട്ടുമല്ലോ. എ ഡി എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. അതുപോലെ തന്നെ എ ബിയും എ സിയും ഈക്വൽ ആണ്. എന്തുകൊണ്ടാ? ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈഡ് ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കും. എ ബി ഈസ് ഈക്വൽ ടു എ സി ഗിവൺ, അല്ലെങ്കിൽ ടു സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇനി അടുത്ത കണ്ടീഷൻ എ ഡി ഈസ് ഈക്വൽ ടു എ ഡി, കോമൺ സൈഡ് രണ്ട് ട്രയാങ്കിളിനും കൂടി കോമൺ ആണത്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. അപ്പൊ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓരോന്നും എത്രയായിരിക്കും? ഈച്ച് 90 ഡിഗ്രി. കാരണം എന്താണ്? എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി സി ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? RHS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയാം ബൈ RHS കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആയി. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡായ ബി ഡി എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആയിരിക്കും? ബി സിനോട് ഈക്വൽ ആയിരിക്കും ബൈ സി പി സി ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? സോ എ ഡി ഈസ് ബൈസെക്ടർ ഓഫ് ബി സി. ബി സിയുടെ ബൈസെക്ടർ ആണ്. പിന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതുപോലെ തന്നെ തിയറം 4ന്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. സിൻസ്, ഇത് സിൻസിന്റെ സിമ്പിൾ ആട്ടോ. എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി, എ ഡി ബി സിയോട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടും ആൻഡ് ഓൾസോ അത് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട്സ് ചെയ്യുന്നുണ്ട്. കോഡ് ആയ ബി സിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ ബൈസെക്ട്സ് ബി സി. എ ഡി ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും കോഡിന്റെ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് കോഡ് ബി സി. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? therefore AD passes through the center of the circle. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തിക്കടെ തന്നെ പോണം? സെന്ററിൽ കൂടെ തന്നെ പോണം. കാരണം നമുക്കിടെ പ്രീവിയസ് തിയറി അനുസരിച്ച് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈനാണ് കോഡിനെ ബൈസെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് കോഡിനെ ബൈസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഇതിൽ കൂടെ പോയേ പറ്റുള്ളൂ, സെന്ററിൽ കൂടെ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഹെൻസ് the altitude from A to BC, എയിൽ നിന്ന് ബി സിയിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് ഉറപ്പായിട്ടും ഇതിൽ കൂടെ പോകണം. passes through the center of the circle. നമുക്ക് ഇവിടെയും രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചാൽ മതി. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടും. ബി ഡി എന്ന് പറയുന്ന സൈഡും ഡി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്റെ അർത്ഥം ഈ പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നതാണ്. പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യണമെങ്കിൽ അത് ഉറപ്പായിട്ടും ഏതിൽ കൂടെ പോകണം? സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 parallel chords of length 6 cm and 8 cm are on the opposite sides of the center of the circle. ഇപ്പം നമ്മളൊരു സർക്കിൾ വരച്ചു. ഈ രണ്ട് സർക്കിളിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സിൽ കിടക്കുന്ന സർക്കിളിന്റെ ഈ കോഡുകൾ സെന്റർ ഓഫ് ദ സർക്കിളിന്റെ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. ഒരെണ്ണം 6 സെന്റിമീറ്ററും ഒരെണ്ണം 8 സെന്റിമീറ്ററും ആണ്. ഇവര് പാരലലും ആണ്. ഇനി റേഡിയസ് ഓഫ് ദ സർക്കിൾ 5 സെന്റിമീറ്റർ ആണ്. ഇത് 5 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ.
ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ കോഡ്. ഈ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെന്റർ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാട്ടോ പോണേ, ഇതാണ് സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് പോകുന്ന ലൈൻ. ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ഇങ്ങനെയാണ് വന്നത്. ഇതാണ് രണ്ട് റേഡിയസ്. സെന്ററിൽ നിന്ന് സർക്കിൾ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് റേഡിയസ് കിട്ടുന്നത്. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ആണ്, റേഡിയസ് ആണ് തന്നിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ആണ്, കോഡിലേക്ക് വരയ്ക്കുന്നതും ഡിസ്റ്റൻസ് ആണ്. സെന്ററിൽ നിന്ന് സർക്കിളിൽ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് അതിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. റേഡിയസ് ഓഫ് ദ സർക്കിൾ 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കിട്ടും. CO എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ AO എന്ന് പറയുന്നതും 5 സെന്റിമീറ്റർ ആണ്. പിന്നെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, തിയറം 4 പഠിച്ചേക്കണ എന്താ? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ, സെന്ററിൽ നിന്ന് കോഡിലേക്ക് അല്ലെങ്കിൽ കോഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയാലും മതി. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. ഈ കോഡിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ബൈസെക്ട് ചെയ്യും. അപ്പൊ ഇതും 4 സെന്റിമീറ്റർ ആവും, ഇതും 4 സെന്റിമീറ്റർ ആവും. അതുപോലെ തന്നെ ഇവിടുത്തെ കേസിലും ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. ഈ AB എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആണ് 6 സെന്റിമീറ്റർ. അപ്പൊ ഇത് 3 സെന്റിമീറ്ററിന് കിട്ടും, ഇത് നമുക്ക് 3 സെന്റിമീറ്ററിന് കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ D1 എന്ന് എടുക്കുക, ഈ ഡിസ്റ്റൻസ് നമ്മൾ D2 എന്ന് എടുക്കുക. ഇപ്പോ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടിയല്ലോ. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ OMC. ട്രയാങ്കിൾ OMCയുടെ അകത്ത് ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് CA, ഇത് M, ഇത് OA. ഇതില് ഇവിടെയാണ് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 5 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്. CM ആണ് 4 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്. ഇതാണ് D1. വേണമെങ്കിൽ നമുക്ക് ഈ ഫിഗർ ഇങ്ങനെ ആയിട്ട് വരയ്ക്കാം കേട്ടോ. കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എങ്ങനെയായാലും അത് ചെരിഞ്ഞേ വരുള്ളൂ. ഏതെങ്കിലും ഒരു പോർഷൻ ഇങ്ങോട്ടേക്കോ ചെരിഞ്ഞേ വരുള്ളൂ. ഒന്നുകിൽ ഇങ്ങനെയേ വരുള്ളൂ. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് കൊടുക്കണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. പൈതഗോറസ് തിയറത്തിൽ 90 ഡിഗ്രി ആണെങ്കിൽ എപ്പോഴും പൈതഗോറസ് തിയറം അല്ലേ തന്നെ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് OC സ്ക്വയർ ആണ്. OC സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് CM ഉം ബേസ് എന്ന് പറയുന്നത് OM സ്ക്വയർ ആണ്. ബൈ പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. OC സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ, CM സ്ക്വയർ 4 സ്ക്വയർ, OM സ്ക്വയർ അറിയാൻ പാടില്ല. 5 സ്ക്വയർ 25 ആണ്, 4 സ്ക്വയർ 16 ആണ്, പ്ലസ് OM സ്ക്വയർ. ഈ 25ഉം 16ഉം ഒരുമിച്ചെടുത്ത് 25 മൈനസ് 16 എന്നായിരിക്കും നമുക്ക് കിട്ടണത്. അതെന്ന് പറയണതാണ് നമുക്കിവിടെ OM സ്ക്വയർ. അപ്പൊ എത്രയാന്ന് കിട്ടി? 25 മൈനസ് 16 9 ആന്ന് കിട്ടി. അപ്പോൾ OM എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 9. സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് കിട്ടി? 3 ആന്ന് കിട്ടി. D1 ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇനി നമ്മൾ എന്തെടുക്കാം? അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അടുത്ത ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ OAN. അത് എങ്ങനെയാണ് വരുന്നത്? ഇത് ONA അല്ലെങ്കിൽ OAN. ഇതിൻ്റെ അകത്ത് OA എന്ന് പറയുന്ന 5 സെന്റിമീറ്റർ, AN എന്ന് പറയുന്ന 3 സെന്റിമീറ്റർ, ON എന്ന് പറയുന്നത് D2 ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും OA സ്ക്വയർ ഈസ് ഈക്വൽ ടു ON സ്ക്വയർ പ്ലസ് AN സ്ക്വയർ. OA സ്ക്വയർ എന്ന് പറയുന്ന 5 സ്ക്വയർ,
5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് an സ്ക്വയർ എന്ന് പറയണ അതുപോലെ തന്നെ എഴുതാം. 5 സ്ക്വയർ 25, 3 സ്ക്വയർ 9 പ്ലസ് 3 സ്ക്വയർ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി. അപ്പോൾ 25 മൈനസ് 9 ഈസ് ഈക്വൽ ടു an സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? an സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ an എന്ന് പറയുന്നത് എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 16. സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് d2 കിട്ടി. d2 എത്രയാന്ന് കിട്ടി? 4 സെന്റിമീറ്റർ ആണ് കിട്ടി. d2 ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mn അല്ലേ? സി ഡിയും എ ബിയും തമ്മിലുള്ള കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ mn എന്ന് പറയുന്നത് d1 പ്ലസ് d2 ഈ രണ്ട് ഡിസ്റ്റൻസും കൂടി അങ്ങ് ആഡ് ചെയ്തേച്ചാൽ മതി. അപ്പൊ 3 പ്ലസ് 4 ആണെന്ന് കിട്ടും. 3 പ്ലസ് 4 എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ ടു കോഡ്സ് എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? 7 സെന്റിമീറ്റർ ആണ് കിട്ടും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. എന്നിനെ കോഡിന്റെ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. കോഡിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുവാണെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യും? കോഡിനെ ബൈസെക്ട് ചെയ്യും. പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് എ കോഡ്. കാരണം നമ്മൾ തീരം പഠിച്ചിട്ടുണ്ട്, ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ എന്ത് അസ്യൂം ചെയ്യാം? അത് പെർപെൻഡിക്കുലർ ആണ് അസ്യൂം ചെയ്യാം. പെർപെൻഡിക്കുലർ ആണ് അസ്യൂം ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? കോഡിനെ ബൈസെക്ട് ചെയ്യും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതെടുക്കാം. ഇതാണ് ഇതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ വരുന്നത്. ഒന്നുകിൽ ബൗദ്ധാന പൈതഗോറസ് തീറം എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്കിടെ പൈതഗോറസ് തീറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇങ്ങനെയും ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് ആ സെന്റൻസ് ലെങ്തി സെന്റൻസ് എഴുതാം. ഇപ്പോൾ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ലെങ്തി സെന്റൻസ് ചെയ്തുമായിരിക്കും മാർക്ക് കിട്ടാൻ നല്ലത്. അല്ല 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ എഴുതിയേക്കണ മാതിരി ഇത്രയും കണ്ടീഷൻസ് അങ്ങ് എഴുതി പ്രൂവ് ചെയ്തേച്ചാൽ മതി. പൈതഗോറസ് തീറം വെച്ചാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. താങ്ക് യു.